ഹലോ മുത്തുണ്ണി, എന്തൊക്കെ സുഖല്ലേ? അപ്പൊ രണ്ട് അപ്ഡേറ്റ്സ് പറയാൻ വേണ്ടി വന്നാട്ടോ. നമ്മുടെ ദുൽഖർ സൽമാന്റെ നമ്മൾ ഒരുപാടായിട്ട് കാത്തിരിക്കുന്ന ഒരു മലയാള സിനിമയാണ് നമ്മുടെ അയാൻ ഗെയിം. നഹാസ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമക്ക് വേണ്ടി നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നു. കാരണം നമ്മൾ ഇതിൽ നമ്മുടെ പെപ്പെ കൂടി അഭിനയിക്കണം. പെപ്പയുടെ ഏകദേശം ഷൂട്ടൊക്കെ കഴിഞ്ഞിരിക്കണേ. അപ്പൊ നമ്മൾ വിചാരിച്ചത് എന്താ വെച്ചാൽ എന്തുകൊണ്ട് ദുൽഖർ വരില്ല? കാരണം ദുൽഖർ നിർമ്മിക്കണ പടമാണ്, എന്തുകൊണ്ട് ദുൽഖർ വരില്ല എന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചു. പക്ഷെ അദ്ദേഹത്തിന് ടൈം ആകുമ്പോൾ അദ്ദേഹം വരുന്നുള്ള അതിൽ അദ്ദേഹം വന്നു, അദ്ദേഹത്തിന് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കണം. അപ്പൊ ഇന്നലെ അതിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. കിടിലെന്ന് പറഞ്ഞാൽ ഒരു വേറൊരു എന്താ പറയാ ഒരു ഡോണായിട്ട്, അതും ഒരു നമ്മുടെ ഈ നാട്ടിൽ കളിയൊന്നുമില്ല, അങ്ങ് പുള്ളിയൊക്കെ പുറത്തുള്ള ഒരു കളിയാണ് തോന്നുന്നത്. സംഭവം വേറെ രീതിയിലുള്ള സംഭവമാണ്. ഈ സിനിമകൾ ഒരുപാട് പ്രത്യേകത കണ്ട്. ഒന്നാമത്തത്, ഇത് നിർമ്മിക്കുന്നത് നമ്മുടെ ദുൽഖർ സൽമാൻ തന്നെയാണ്. ഇതിന്റെ സംവിധാനം നമ്മുടെ RDXന് ശേഷം നമ്മുടെ നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യണം. അതുപോലെ തന്നെ RDXന്റെ പോലെ തന്നെ ഇതിന്റെ ആക്ഷൻ ഒരുപാട് പ്രാധാന്യമുള്ള ചിത്രം. ആക്ഷൻ ഒരുക്കുക അൻപറിവ് മാസ്റ്റേഴ്സ് ആണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിലെ ആക്ഷന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന്. പിന്നെ ഇതിലെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം ഇപ്പോൾ ട്രെൻഡിൽ നിൽക്കുന്ന നമ്മുടെ ജെക്സ് ബിജോയിയാണ്. പടം പോരായെങ്കിലും അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സിനിമയെ വേറെ ലെവലിലെത്തിക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയിൽ അദ്ദേഹം കൂടി പങ്കെടുക്കുമ്പോൾ നമുക്ക് വേറെ ലെവലില് ഒരു സംഭവം പ്രതീക്ഷിക്കാം എന്തായാലും. പിന്നെ ഇതിന്റെ എഡിറ്റിംഗ് നമ്മുടെ ചമ്മൻ ചാക്കോ, അദ്ദേഹം അടിപൊളി ഫാസ്റ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നല്ല അടിപൊളി, ഇപ്പോഴത്തെ ഒരു എഡിറ്റേഴ്സിൽ ടോപ്പ് ഇതിൽ നിൽക്കണം. നമ്മുടെ പൃഥ്വിരാജിന്റെ ഖലീഫിലും അദ്ദേഹത്തിന്റെ ഒരുപാട് ചിത്രങ്ങൾ ചെയ്ത് അദ്ദേഹം ഖലീഫിൽ അദ്ദേഹം ചെയ്തത്. നമ്മളെ ട്രെയിലറിന്റെ ഘട്ടം കണ്ടില്ലേ ഖലീഫയുടെ, എന്ത് ഫാസ്റ്റ് ആയിട്ടാണ്. അതുപോലെ തന്നെ ഈ സിനിമയും അതുപോലെ തന്നെ ഫാസ്റ്റ് ആൻഡ് കട്ടിങ് ലെവലിലേക്കാണ് ഈ സിനിമയുടെ എഡിറ്റിംഗ് ഒക്കെ ഉണ്ടാവുക. പിന്നെ ഒരുപാട് താരങ്ങളൊക്കെ ഇതിലുണ്ട്, സസ്പെൻസ് ആക്കി വെച്ചിരിക്കുകയാണ്. ഒരു സംഭവമാണ്, എന്താന്നുള്ളത് വന്നാൽ അറിയാം. എന്തായാലും ഇതിന് ഫസ്റ്റ് ലുക്ക് സംഭവമായിക്കണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല കത്തി കയറിക്കുന്ന സംഭവം. പിന്നെ അടുത്തൊരു അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മമ്മൂക്കയുടെ കളങ്കാവലിനെ കുറിച്ചിട്ടാണ്. ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോ ഈ ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ വയ്യ. കാരണം നമ്മൾ റിലീസ് സത്യം പറഞ്ഞാൽ ഇന്നലെ റിലീസ് ആവേണ്ട പടമാണ് കളങ്കാവൽ, നവംബർ 27. ഇപ്പൊ ഇന്ന് നവംബർ 27, സോറി, ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മൾ ഇറങ്ങേണ്ട പടമാണ് നവംബർ 27. ഇന്നിപ്പോ നവംബർ 29. പക്ഷെ നമുക്കത് 2 ദിവസം മുമ്പ് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്യും, ചിലപ്പോൾ അതിനേക്കാൾ മുകളിലല്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്ന പറഞ്ഞില്ല. അത് സത്യമാണ്. ഒരുപാട് നല്ല നല്ല ഇന്റർവ്യൂസ് വരാൻ കിടക്കുന്നുണ്ട്. ഇന്നലെ നമ്മുടെ വിനായകൻ ചേട്ടന്റെ ഇന്റർവ്യൂ വന്നു, അടിപൊളിയാണ്, കാണാത്തവരൊന്ന് കയറി കാണാം. പിന്നെ മമ്മൂക്കയുടെ, അതായത് ആ സിനിമയിൽ അതിന്റെ ടീസറിലായും അതിന്റെ ട്രെയിലറിലായും ഒരു ചെറിയൊരു സീനിൽ മാത്രം കാണിക്കുന്ന രീതിയിലാണ് മമ്മൂക്കയെ കാണിച്ചിട്ടുള്ളൂ. ഇനി അദ്ദേഹത്തിന്റെ പൂർണ്ണ രൂപം അതൊക്കെ സിനിമയിൽ തന്നെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഒന്നും നമുക്ക് കിട്ടിയില്ല. അദ്ദേഹത്തിന്റെ ഒരു കിടില ഇന്റർവ്യൂ അധികം വരും, മിക്കവാറും ഇന്ന് തന്നെ വരാൻ ചാൻസ് ഉണ്ട് നമുക്ക് കേട്ടത്. ഇന്നല്ല എങ്കിൽ കൺഫേം ആയി നാളെ എന്തായാലും. കാരണം അതിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അടിപൊളി സംഭവമാണ്. പിന്നെ ആ ഒരു എന്താ പറയാ, ആ ഒരു അഭിമുഖത്തിന്റെ ഒരു പോസ്റ്റർ ഇന്നലെ അറിയാം. അതിൽ അദ്ദേഹം ഇരിക്കുന്നതിന്റെ ബാക്ക് ഡ്രോപ്പിൽ കാണുന്ന ഒരുപാട് സ്ത്രീകൾ, അതായത് നമ്മൾ സിനിമയിൽ പരിചിതമായ ഒരുപാട് നായികന്മാരെ, ഒരുപാട് ഫേമസ് ആയ സ്റ്റാർസ് ഒക്കെ ഉണ്ട്. ഞാൻ ആദ്യമേ പറയും, ഈ ചിത്രത്തിൽ ഒരുപാട് നായികന്മാരുണ്ട്. കാരണം ഒരു സംഭവമാണല്ലോ ഈ ചിത്രം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് നായികന്മാർ ഇതിലുണ്ട്. നമുക്ക് ഒരുപാട് ആൾക്കാരെ ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ കാണാൻ കഴിയും. ഇനിയും ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ചുരുളൊക്കെ കഴിയാൻ എന്തായാലും ഡിസംബർ 5-ാം തീയതി വരെ തന്നെ കാത്തിരിക്കേണ്ടി വരും. കാരണം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന പടമാണ്, അവരുടെ 7ാമത്തെ ചിത്രമാണ്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. മമ്മൂക്ക വില്ലനാണ്. എല്ലാം അങ്ങോട്ടും സംഭവം തകർക്കുന്നുള്ള ഒരു സംശയം ഉണ്ട്. UAE-യിലൊക്കെ ഗൾഫ് കൺട്രീസിലൊക്കെ ഇതിന്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത്, അതുപോലെ നമ്മുടെ കേരളത്തിലൊക്കെ ഇതിന്റെ ബാക്കി പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളൊക്കെ വെയിറ്റ് ചെയ്യാണ് എന്ത് കളങ്കാവൽ നമുക്ക് തരും, മമ്മൂക്ക എന്ത് നമുക്ക് സമ്മാനിക്കും. എന്തായാലും വെയിറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്തോളി, മാക്സിമം എല്ലാവരും എത്തിച്ചോളി. ഓക്കെ.